ആരാത്? ആത്മാക്കളെ ഒന്നല്ല ഇപ്പൊ പേടി. ഇതിനിടയിൽ വല്ല ഫോറസ്റ്റുകാരും വന്നിരിക്കുന്നുണ്ടോന്നാ. മതി ചവിട്ട്. കർത്താവേ, പോകുമ്പോൾ വലിയ വീടായിരുന്നല്ലോ. ഇവിടെ ആക്രികളിക്ക് പകുതി വിറ്റോ? ജാമ്യം കിട്ടിയാ? ഇല്ല, ഒന്ന് മുള്ളിയച്ച് വരാൻ പറഞ്ഞ് ജഡ്ജി വിട്ടതാ. അയ്യോ, എൻ്റെ ആങ്ങളയ്ക്ക് സുഖക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ? എടേ, 5 ലോഡിൻ്റെ കാശ ഹൈക്കോടതി കെട്ടിവെച്ചത്. ഇനി എല്ലാവർക്കും കൂടി പെറുക്കാൻ പോവാ. ഒന്നാം പ്രതിയെ കിട്ടിയതും പിന്നെ എന്റെ ശക്തമായ വാദവും അതിൽ ജഡ്ജി ഫ്ലാറ്റ്. ഞാൻ ഒരു സത്യം പറയട്ടെ, ഈ നാട്ടിൽ ഹൈക്കോടതി പോയിട്ടുള്ള ഒരേ ഒരു വക്കീലും ഞാൻ മാത്രം. സത്യം. എന്താ വക്കീലെ, തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ, താങ്ങൂല. ജാമ്യം കിട്ടി, പെരുത്ത് സന്തോഷമുണ്ട്. വക്കീലിന്റെ ഫീസ് എത്രയാന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും. എന്നാ ശരിയെന്നാ. വെള്ളം ചൂടാക്കട്ടെ? എന്നെ പുഴുങ്ങാനാണോ? മാവിൻ്റെ കൊമ്പ്, തലച്ചോറ് വരട്ടിയത്. ഇനി ഈ വീട്ടിൽ പോതർച്ച കയറ്റിയാൽ നീ നിന്റെ വീട്ടിൽ ഇരിക്കും. ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ഇരുന്ന് ഒരുത്തനെ മൂപ്പിച്ച് കാട്ടിക്കേറ്റിട്ട് പെരിക്കായി വിട്ടു. സ്റ്റാർട്ടാകുന്നില്ലേ പറ, ആക്രി വിലക്ക് എടുത്തോളാം. അതാവുമ്പം വീസി കുറയ്ക്കാമല്ലോ. പാപ്പച്ചൻ ചേട്ടൻ പറയുന്നതേ ജയിലൊക്കെ ധീരമാരി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യയാണല്ലോ, ഇനി പെൻഷനും കിട്ടും. അവിടെ നല്ല ഫുഡൊക്കെ കിട്ടുമോ? ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. മതിയുടെ ഇളിച്ചത്. എന്ത് പറഞ്ഞാലും ചില കോമഡി ഷോയിലെ ഓഡിയൻസിനെ പോലെ ഇളിച്ചോണ്ടിരിക്കും. വേഗം കഴിച്ചോ, പിടിച്ചെന്നാ ഒന്നുമില്ല. ഈ മെക്സിന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കറുത്തൊരു കായാന്നാ. ഞാൻ വിചാരിച്ചതിനെ പറ്റി പറയാതിരിക്കാ നല്ലത്. പക്ഷെ എനിക്ക് അതല്ല, ഈ നാട്ടുകാർക്ക് ഇതിനെ പറ്റിയൊന്നും ഒരു അറിവില്ലേ. ഇതിനെ പറ്റി നമുക്കേ അറിയില്ല, പിന്നല്ലേ നാട്ടുകാർക്ക്. അല്ല സാറേ, ഈ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്ത. ഫ്ലൈങ് സ്ക്വാഡ് കയറി വന്നതാ ആകെ പണിയായത്. ഇപ്പൊ അന്വേഷണം മുഴുവൻ നമ്മളെ തലയിൽ. പാപ്പച്ചനപ്പം 4-5 കൊല്ലം അകത്താ അല്ലേ സാറേ? പിന്നെ അല്ലാതെ ഒരപ്പംപാറയിലെ പുള്ളിമാൻ കേസ്, ആ കുര്യാക്കോസില്ലേ, അയാൾക്കും കിട്ടിയല്ലോ 1.5 കൊല്ലം. ആ കേസ് ഇതുപോലെ തന്നെയല്ലേ? അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ, അതാ ഒരു വ്യത്യാസം. സംഭവം ആള് കൂടിയ മനുഷ്യന്റെ കൊലപാതകമാണേലും ശിക്ഷ കുറവില്ലേ സാറേ? ഏയ് അങ്ങനെയല്ല അലക്സേ, ഇതിലെ പാപ്പച്ചൻ തൂങ്ങും.